അനാൻഷാനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി, നല്ല മൂഡ് പറവച്ച. അനാൻഷ എന്റെ പേരിൽ ഉന്നയിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ എന്റെ പേരിൽ കേസ് കൊടുത്തതിന്റെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് നമ്മളെ ഇതിൽ വലിച്ചിട്ടത്, അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽ ഒരു പെണ്ണിന് എന്തിനു നീ പറഞ്ഞു? അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള എന്താന്ന് വെച്ചാൽ, അനാൻഷ ചെയ്തത് ഈ സെയിം ലെവൽ ഓഫ് പരിപാടി തന്നെയല്ലേ ചെയ്തത്, അല്ലെങ്കിൽ ഇതിന്റെ മുകളിലുള്ള ഒരു പരിപാടിയല്ലേ മൂപ്പര് ചെയ്തത്? അത് പിന്നെ മൂപ്പറുടെ വീട്ടിൽ മാത്രമേ പെൺകുട്ടികളുള്ളോ, അല്ലെങ്കിൽ മൂപ്പറുടെ വീട്ടിലെ പറയുന്നതിന് മാത്രമേ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളുള്ളോ, അങ്ങനെയാണോ? പിന്നെ ഉള്ളത് ഖാദർ കരിപ്പൊടിന്റെ കേസിൽ ഈ പറഞ്ഞ പോലെ എനിക്കിതിൽ എല്ലാത്തിലും എനിക്ക് ലാസ്റ്റ് എത്താൻ പറ്റുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ സീക്രട്ട് ഏജന്റാ. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. കാരണം എൻ്റെ ഒരു മൂത്രം പരിശോധിച്ചോ അല്ലെങ്കിൽ എന്തോ തീട്ടം പരിശോധിച്ചോ മൂപ്പര് നടക്കുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഏജന്റാണ്, CBI ആണ്, സേതുരാമയ്യർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. THC എന്ന് പറഞ്ഞ കണ്ടന്റ് എൻ്റെ മെഡിക്കൽ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ എൻ്റെ യൂറിൻ ടെസ്റ്റിൽ, മൂത്ര ടെസ്റ്റിൽ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പർ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു CBI അന്വേഷണം അല്ലെങ്കിൽ ഒരു ദൃശ്യം 3ന്റെ ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ മൂപ്പര് എൻ്റെ മൂത്രം പരിശോധിച്ച് അതിൻ്റെ ഒരു റിസൾട്ട് തപ്പിയെടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഖാദർ കരിപ്പൊടിന്റെ വധശ്രമം, ഹനാൻ ഷായുടെ ശരിക്കും പറഞ്ഞ പൈസ വാങ്ങി. ഹനാൻ ഷാ എന്താ പൊട്ടനാണോ? ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. 10-25 വയസ്സുള്ള ഒരു വ്യക്തിയല്ലേ മൂപ്പര്. അപ്പൊ മൂപ്പർക്ക് എന്താ ബുദ്ധിയില്ലേ? മൂപ്പർക്ക് എന്താ ചിന്തിക്കാനുള്ള കഴിവില്ലേ? പറ്റിപ്പോയി. ഈ പറഞ്ഞ സ്വന്തം വീട്ടിൽ ഒരാളെ പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ കൊള്ളാനും അമർഷം കൊള്ളാനും ചെന്നിത്തലനെ കണ്ട് അതിന് റീലെടുക്കാനും അത് റീലെടുത്ത് ഫോട്ടോ എടുത്തിടാനും ഇതിനൊക്കെ പറ്റുന്ന വ്യക്തി എന്തുകൊണ്ടൊരു കുട്ടി വന്ന് ആരോപിച്ചപ്പോൾ അതിന്റെ ഫലമായിട്ട് പോലീസിനെ സമീപിച്ചില്ല? തോളിൽ നിന്ന് ചെവി നിന്നോ, പക്ഷെ തല മുഴുവനോടെ തിന്നല്ലേ. പിന്നെ ഈ ഖാദർ കരിപ്പൊടിന്റെ കാര്യം, കരിപ്പൊടി അരിപ്പൊടി വാട്ടവർ, തൊപ്പീനെ വെളുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്, ഹനാൻഷാനെ വെളുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്, ഖാദർ കരിപ്പൊടിനെ വെളുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. ആര്? സീക്രട്ട് ഏജന്റ്. ഇതിന്റെ ബാക്കിലുള്ള റീസൺസ് എന്താ? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം, സൗകര്യം പോലെ ഇരുന്ന് വായിച്ചു. ഈ പറഞ്ഞ പോലെ എന്റെ വിഷയം വന്ന പൊറഞ്ഞു തുള്ളി എന്ന് പറഞ്ഞ് ഇങ്ങനെ രാത്രി കാറിന്റെ പുറത്തിറങ്ങി വീഡിയോ എടുത്ത മൂപ്പര് എന്തുകൊണ്ട് ഹനാൻ ഷാന്റെ വിഷയം വന്നപ്പോ അതില് ഈ പറഞ്ഞ പോലെ സൈലന്റ് ആയി? എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കണ്ട, സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ജാതിയാണ്. അപ്പൊ തൊപ്പീനെ ഈ പറഞ്ഞ പോലെ വെളുപ്പിക്കാൻ കുറെ നാളായിട്ട് മൂപ്പര് ശ്രമിക്കും. ഇടയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ ഇടും, അതായത് നിങ്ങൾക്ക് കാണുന്നവർക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് ഇടക്ക് ഈ പറഞ്ഞ പോലെ തൊപ്പീനെ ചെറ്റാന്നും നാറിയെന്നും ക്രിമിനൽ എന്നൊക്കെ വിളിക്കും. മനസ്സിലാക്കി കളഞ്ഞല്ല. എനിക്ക് അടി കിട്ടിയത് പേഴ്സണലാവും, പിന്നെ ഇത് ഇവിടെ എവിടെയും ഞാൻ തീർക്കില്ല. അത് ഞാൻ ചെയ്യും, എനിക്കിത് തല്ലി വല്യാണ്. എന്നെ ഭീഷണിപ്പെടുത്തിയതാ. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, നീയൊക്കെ പോയി എന്ത് പുല്ലാന്ന് വെച്ചാ കാണിക്ക്. അങ്ക് വെറും ഇതാണ്. പിന്നെ ഈ കൊണ്ട് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ മൂത്രം ടെസ്റ്റ് ചെയ്തതിൻ്റെ എൻ്റെ അപ്പി ടെസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഞാൻ പോയി എന്ന് പറഞ്ഞു. എൻ്റെ വാപ്പ കൊണ്ടുപോയി പണയം വെച്ച സ്വർണ്ണത്തിന് കണക്കൊന്നും ഇജ്ജ് പോയി പുറത്ത് പറഞ്ഞത് ആണോ? ആ സ്വർണ്ണം വരച്ച് നോക്കിയിട്ടുള്ള ടെസ്റ്റിന്റെ റിസൾട്ടാണ് ഇജ്ജ് പുറത്ത് വിട്ടത്? തീട്ടന്തീനി സ്വന്തം മൂത്രം തീട്ടം റിസൾട്ട് വരെ തിരുത്തി നാട്ടുകാരെ പറ്റിക്കാൻ നോക്കിയ ഊമ്പനല്ലടായി. എന്നിട്ടാണോ എൻ്റെ ചെല. ഇത് പേഴ്സണലാണ് ഇനി ഷമീറെ. എനിക്ക് തൊപ്പീനെയും സേവ് ചെയ്യണ്ട, നിന്നെയും സേവ് ചെയ്യണ്ട. ജനങ്ങളെ മുന്നിൽ യജാതി റോക്കറ്റുകളാണ് നിങ്ങൾ എന്നുള്ളതൊന്ന് കാണിച്ചു കൊടുത്തിട്ട് ഇനി ഞാനുള്ളൂ. പറഞ്ഞ റീസൺ എന്താണ്? പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തൊപ്പിയും, അതായത് തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളുംപാടി ബൈസെക്ഷലാണ്, അതുകൊണ്ടാണ് ഞാൻ റിലേഷൻ സ്റ്റോപ്പ് ആക്കി പോകുന്നതെന്ന് പറഞ്ഞത്. എന്താ ഉറക്കം വരുന്നു? അടുക്കളേൻ്റെ അകത്തുനിന്ന് ഫസ്മിനെ എങ്ങനെ നിങ്ങളെ പൊക്കി, എന്ത് വിഷയത്തില് സംസാരിച്ച് തീർത്തതിന് ശേഷമാണ് ഇജ്ജ് ഇവിടുന്ന് ദുബായിക്ക് കയറി പോയത്? ഫസ്മിനെ തെറ്റാനുള്ള കാരണം ആ വീട്ടിനകത്ത് കല്ലും പുല്ലും വലിച്ച് പരസ്പരം ആരാ എന്താന്നുള്ള ബോധവും ബുദ്ധിയില്ലാതെ തമ്മിൽ ഇത് ഊമ്പിക്കളിച്ച് നടക്കലാന്നുള്ളത് അന്ന് ഞാൻ വിശ്വസിച്ചില്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഈ പറഞ്ഞ കഥ ഫസ്മിനെ എന്നോട് ഈ വിഷയങ്ങൾക്ക് ശേഷം പറഞ്ഞു.
ഇല്ലെങ്കിൽ ഫസ്മിൻ ഇല്ലാന്ന് പറയട്ടെ. ഹംസേ, നീ പീഡന കാര്യത്തിൽ ഇത്ര മിടുക്കനാന്ന് ഞാൻ കരുതിയില്ല. വലിച്ചിടരുത് തന്നെ, ചീന്തി കീറും ഞാൻ എല്ലാത്തിനും. ഉള്ള തന്തയില്ലായ്മ തെമ്മാടിത്തരം കാണിച്ചു കൂട്ടിയ ഒരു വീട്ടിനകത്ത് കൂട്ട് കയറി ഇരുന്നിട്ട് എന്നിട്ട് വന്നിരുന്ന് വെല്ലുവിളിക്കണാടാ. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്.